ന്യൂ മൂൺ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ആദ്യമായി വന്നിരിക്കുന്നത് സൗത്ത് നോഡാണ്. ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്. ഒരു അൺഹെൽത്തി അറ്റാച്ച്മെൻറ്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പിലുള്ള ചിലരുടെ എനർജിയാണ് ലഭിക്കുന്നത്. റിലേഷൻഷിപ്പിൽ സ്റ്റക്കായ പോലെ ചില പാസ്റ്റ് എനർജീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ചില അനുഭവങ്ങൾ നിങ്ങളെ പിന്തിരിപ്പിക്കുകയാണ്. പലതിൽ നിന്നും നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ എനർജി ഈ പാസ്റ്റ് കർമാസ് നിങ്ങളെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. റിലേഷൻഷിപ്പിന് സ്റ്റക്കായ അവസ്ഥയാണ്. ചിലർ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ്. നത്തിങ് ഈസ് യെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ. മ്യൂട്ടബിൾ മൂൺ ആണ് വന്നിരിക്കുന്നത്. മ്യൂട്ടബിൾ എന്ന് വെച്ചാൽ ചേഞ്ചിങ് ആണ്. ഇപ്പോഴും പലതിനും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ ബന്ധത്തിലായാലും മറ്റെന്തിലായാലും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ഫ്ലെക്സിബിളായൊരു സിറ്റുവേഷനാണെന്നെങ്കിൽ എല്ലാം അവസാനിച്ചിട്ടില്ല. ഇപ്പോഴുള്ള ബന്ധത്തിൽ നിങ്ങൾ സുരക്ഷിതരല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിപ്പോൾ മാറാനുള്ള സമയമാണ്. അഡാപ്റ്റബിളായിരിക്കുന്നത് വിജയത്തിന് വളരെ അത്യാവശ്യമാണ്. എ ടൈം ഫോർ ഹീലിംഗ്. ബാൾസാമിക് മൂൺ ആണ് വന്നിരിക്കുന്നത്. നേരത്തെ കണ്ടതുപോലെ പാസ്റ്റിലുള്ള ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും മറന്ന് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട സമയമാണിപ്പോൾ. നിങ്ങൾ ഹീൽ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഡിവൈനിന് സറണ്ടർ ചെയ്ത് കൊടുക്കുക. പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകൾ ഉണക്കപ്പെടും. അതുകൊണ്ട് അതിനുള്ള പോസിറ്റീവ് സൈനായിട്ടാണ് ഈ കാർഡ് നിങ്ങളുടെ റീഡിങ്ങിൽ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അടുത്തതായി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ്. ചിലരുടെ റിലേഷൻഷിപ്പിൽ എവറിത്തിങ് ഈസ് നോട്ട് ലോസ്റ്റ് യെറ്റ്. അതായത് എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്താൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഒരു പ്രധാന സന്ദേശം നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് എനർജി റിലീസ് ചെയ്യണം എന്നാണ്. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ 100% ട്രസ്റ്റ് വയ്ക്കുക. അടുത്തതായി വന്നിരിക്കുന്നത് പ്രോസ്പെരിറ്റി ലൈസ് എഹെഡ്. ന്യൂ മൂൺ ഇൻ ടോറസ്. ന്യൂ മൂൺ എന്ന് പറഞ്ഞ പുതിയ തുടക്കങ്ങളാണ്. നിങ്ങൾ പാസ്റ്റിലെ വേദനകളെ ലെറ്റ് ഗോ ചെയ്ത് മുഴുവനായി ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ചേഞ്ച് വരും എന്ന് പറഞ്ഞു. ആ ചേഞ്ച് വളരെ പോസിറ്റീവായ ഒരു ചേഞ്ചാണ്. അതിന് വേണ്ടി യൂണിവേഴ്സിനെ ട്രസ്റ്റ് വയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ മാറ്റങ്ങൾ സ്വീകരിക്കാൻ മാനസികമായി തയ്യാറെടുക്കുക.